നമ്മുടെ കൊച്ചു കേരളത്തോടെ തമിഴ്നാട്. ഓ മൈ ഗോഡ്, ഇതിനെക്കാട്ടും ഹെവൻ കാണണോ ഗൈസ്? ഹെവൻ. സ്വർഗം കാണിച്ചു തരും. പുറകെ നിന്ന് പോയാൽ മതി. നമ്മളിതാ ഹെവനിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. കമോൺ. അത്ഭുതകരമായ ആ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ മലയുടെ മേളെ ഇതിങ്ങനെ കയറി പോവുകയാണ്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഒരു കാട്ടു വഴി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബൈക്കിൽ നിന്ന് ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് വള്ളിച്ചുണാൽ എന്ന് പറയുന്ന വള്ളിച്ചുണ എന്നാണ് കറക്റ്റ് പേരെന്ന് പറയുന്നത്. അപ്പോൾ വള്ളിച്ചുണാലിൽ പോയാണ്. അപ്പോൾ മഴയൊക്കെ പെയ്ത് ഇങ്ങനെ കിടക്കുകയാണ്. മഴയൊക്കെ പെയ്ത് തറയൊക്കെ നന്നായിട്ട് നനഞ്ഞ് കിടപ്പുണ്ട്. മുതലൊരു ഏകദേശം ഒരു 2 കിലോമീറ്ററോളം നടക്കണം. 1.5 to 2 കിലോമീറ്റർ ഒരു മലയുടെ മേളിൽ പെയ്യാലാണ് നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നത്. എന്നാലും നല്ലൊരു ഭംഗിയുള്ള വെള്ളച്ചാട്ടമാണ്. ഇതിന് മുന്നേ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മേളിൽ പോയിട്ട് ഉള്ള വിശേഷമൊക്കെ കാണാം. ഇപ്പോൾ സ്ഥലമൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഗൈസ്, നമുക്ക് വഴി തെറ്റാതെ ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകണമെങ്കിൽ ഈ ഗ്രില്ലിട്ട വഴി ഇത് നോക്കി പോയാൽ മതി. ഇത് നേരെ പോയി പോകുന്നത് കറക്റ്റായിട്ട് നമ്മുടെ വള്ളിച്ചുണാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയാണ്. പിന്നെ അത് ക്ഷേത്രത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ രീതിയിലൊക്കെ പോകണം. അതിലെങ്ങനെയുണ്ടാ നടന്നപ്പോൾ? തല ഇതിനിപ്പോൾ കണ്ടിട്ടില്ലല്ലോ. ഫുഡ് കഴിച്ചിട്ട് കയറരുത്, വയറ് പിടിക്കും. മല പച്ചപ്പൂൾ. ഹെവൻ കാണണോ ഗൈസ്? ഹെവൻ. അങ്ങ് ഡൽഹിയിലോ രാജസ്ഥാനിലോ കാശ്മീരിലോ അല്ല, നമ്മുടെ കൊച്ചു കേരളത്തോടെ തമിഴ്നാട്. കുമാരകോവിലിൻ്റെ അടുത്ത് വരും. സ്വർഗം കാണിച്ചു തരും. പുറകെ നിന്ന് പോയാൽ മതി. സ്വർഗം കണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ കുറേ ദൂരം ഇങ്ങനെ കയറി എത്തിയിരിക്കുകയാണ്. പിന്നെ ഹെവനിലേക്ക് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഹെവൻ എന്നൊക്കെ പറയാം. അപ്പോൾ എന്ത് തോന്നുന്നുണ്ട്? അയ്യോ, നമുക്ക് അവിടെ പോകുമ്പോഴാണ് അതിൻ്റെ ഒരു സന്തോഷം കിട്ടുന്നത്. ബാ, നമുക്ക് കൂടെ പോവാം. ബാ ഗൈസ്, നമ്മളിതാ ഹെവനിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. കമോൺ. ഇതാണ് നമ്മുടെ പ്രശസ്തമായ വള്ളിച്ചുണാൽ വെള്ളച്ചാട്ടം ഉള്ള സ്ഥലം. വാ, നമുക്ക് അവിടെ എത്തിപ്പെടുത്തി നോക്കാം. ഇവിടെ നല്ല മഴയുണ്ട്. നമ്മുടെ സ്ഥലത്ത് എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് അത്ഭുതകരമായ ആ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ. ഓ മൈ ഗോഡ്, ഇതിനെക്കാട്ടും നമ്മുടെ ഇവിടുത്തെ ഓട കൊള്ളാം. ആ രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അത്രയും വൃത്തികെട്ട വെള്ളമാണ് ഇവിടെ കൂടെ ഒലിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വള്ളിച്ചുണാൽ വെള്ളച്ചാട്ടം കാണാനുള്ളൊരു അവസരമാണ്. വെള്ളം മേളിൽ നിന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു പ്രശ്നം, കുളിക്കാൻ പറ്റത്തില്ല. കൂത്താടിയും എല്ലാം പിടിച്ചെടുക്കുന്ന അത്രയും വൃത്തികെട്ട വെള്ളമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഇങ്ങോട്ട് ഇപ്പം വരണ്ട. കാണാൻ കൊള്ളാം. പക്ഷേ ശരി, ഇപ്പോൾ വേനലായതുകൊണ്ടായിരിക്കാം വെള്ളം കുറവുള്ളത്. വെള്ളം കുറഞ്ഞ് ഇവിടെ ഒട്ടും വൃത്തിയില്ലാത്ത വെള്ളമാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ആരും വരണ്ട. ഇപ്പോൾ ഏപ്രിൽ 29-ാം തീയതിയാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ആ ടൈമിലുള്ളതാണ് വെള്ളം. ഒട്ടും വെള്ളമില്ല. എടാ, നിനക്കിങ്ങനെ വള്ളിച്ചുണാൽ വെള്ളച്ചാട്ടത്തിൽ വന്നിട്ട് കുളിക്കാൻ പറ്റാത്തതിൽ എന്തെങ്കിലും സങ്കടമുണ്ടോ? സത്യത്തിൽ ഇത്രയും വൃത്തിയിട്ട വെള്ളമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഒരു 2 കിലോമീറ്ററോളം മലയിൽ മേളിൽ കയറിയാലാണ് ഇവിടെ വന്ന് കുളിക്കാനൊക്കെ പറ്റുക. പക്ഷേ ഇപ്പോൾ വെള്ളം കംപ്ലൈൻ്റ് ആണ്. നല്ല മഴയൊക്കെയുള്ള സമയത്ത് വന്നാൽ ചിലപ്പോൾ കുളിക്കാൻ പറ്റുമായിരിക്കും. പറ്റിപ്പോയി.